എന്തിനും ഞാൻ റെഡിയെന്ന ആറ്റിറ്റ്യൂഡുമായി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന ആ മുഖഭാവമുണ്ടല്ലോ, അതിന് മാത്രം കൊടുക്കണം 100 മാർക്ക്. ഇന്നത്തെ ഇന്ത്യൻ ടീമിലെന്നല്ല, നിലവിലെ ക്രിക്കറ്റ് ലോകത്ത് തന്നെ ഇത്രയും സോഗുള്ള, ഇത്രയും ആത്മവിശ്വാസമുള്ള മറ്റൊരു കളിക്കാരനുണ്ടോ എന്ന് സംശയമാണ്. വെറുതെയല്ല ആരാധകർ ഇയാളെ ക്ലച്ച് കോഡെന്ന് വിളിക്കുന്നത്. ഇന്നലത്തെ നമീബിയക്കെതിരെയുള്ള മത്സരം മാത്രം മതി ഹാർദിക് പാണ്ഡ്യ എന്ന കളിക്കാരൻ്റെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാകാൻ. മത്സരം ഒറ്റയ്ക്ക് തോളിലേറ്റിയത് ഹാർദിക് ആയിരുന്നു. മികച്ച തുടക്കത്തിന് ശേഷം വിക്കറ്റുകൾ ഓരോന്നായി വീണു തുടങ്ങിയപ്പോഴാണ് ക്രീസിലേക്ക് പാണ്ഡ്യയുടെ വരവ്. തുടക്കത്തിൽ പതിയെ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ആറാടുകയായിരുന്നു ഈ മനുഷ്യൻ. ഒരു പവർ ഹൗസ് എന്നൊക്കെ പറയാൻ തോന്നിപ്പോയി. എന്തൊരു പവർ ഹിറ്റിംഗ് ആയിരുന്നു. അതിൽ 109 മീറ്റർ പറന്ന ആ കൂറ്റൻ 6, അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ ഹാർദിക്കിൻ്റെ വില എത്രയാണെന്ന് അവസാന ഓവറുകളിൽ നമ്മൾ കണ്ടു. ഹാർദിക് ഔട്ടാകുമ്പോൾ 18 ഓവറിൽ 25 റൺസായിരുന്നു ഇന്ത്യയുടെ സ്കോർ. എന്നാൽ അയാൾ പോയ ശേഷം ബാക്കി വന്നവർക്ക് അവസാന 2 ഓവറിൽ ആകെ നേടാനായത് വെറും 4 റൺസ് മാത്രമായിരുന്നു. ഹാർദിക് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ സ്കോർ എവിടെ എത്തിയേനെയെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ബാറ്റിങ്ങിൽ മാത്രമല്ല, ബൗളിങ്ങിലും താൻ വേറെ ലെവലാണെന്ന് അയാൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. അർഷദീപ് അടക്കമുള്ള ബൗളർമാർ റൺസ് വാരിക്കോരി കൊടുക്കുമ്പോൾ തുടക്കം മുതൽ റൺസ് പിടിച്ചു നിർത്തി കൃത്യതയോടെ പന്തെറിഞ്ഞതും ഹാർദിക് തന്നെയായിരുന്നു. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കഴിഞ്ഞ 6-8 കൊല്ലമായി ഇന്ത്യൻ ടീമിൻ്റെ എക്സ്പാർട്ടർ എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. കഴിഞ്ഞ കളി അയാളുടെ പീക്ക് പെർഫോമൻസ് ഒന്നുമല്ല, മറിച്ച് താൻ ആരാണെന്നുള്ള ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്. യഥാർത്ഥ പൂരം വരാനിരിക്കുന്നതേയുള്ളൂ. അടുത്തത് പാകിസ്ഥാനാണ്. കാത്തിരുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഹാർദിക് പാണ്ഡ്യയാണോ ഈ വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ തുറുപ്പുചീട്ട്?